ദേവദാസുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഈ വീട്ടിലാണ് ഇപ്പോൾ ഇത്രയും നേരം തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇര ഈ വീട്ടിൽ നിന്നുമാണ് എടുത്ത് താഴേക്ക് ചാടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലായ പ്രതി ദേവദാസുമായി അല്പസമയം മുമ്പ് മുക്കം പോലീസ് ഇവിടെ എത്തി തെളിവെടുപ്പ് പൂർത്തിയായത്. ഏതാണ്ട് ഒരു 15 മിനിറ്റോളം ഇവിടെ പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടന്നിരുന്നു. അതിനിടയിലാണ് BJPയുടെ പ്രതിഷേധം മറുഭാഗത്തുണ്ടായത്. അതായത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം നേരിടുന്നു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു BJPയുടെ പ്രതിഷേധം മറുഭാഗത്ത് നടന്നത്. ഈ പ്രതിയെ തെളിവെടുപ്പിന് ശേഷം പുറത്തേക്ക് ഇറക്കുന്നതിനിടെ ഈ പ്രതിക്ക് നേരെ BJPക്കാരുടെ പ്രതിഷേധം ഉണ്ടായി. പക്ഷേ പോലീസ് അതിൻ്റെ അകത്ത് ഇടപെടുകയും ആ BJP പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയുമായിരുന്നു. അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിലും ഇന്ന് തെളിവെടുപ്പ് നിശ്ചയിച്ചിരുന്നതാണ്. ഈ പ്രതിഷേധം കണക്കിലെടുത്താണ് ഹോട്ടലിലേക്കുള്ള തെളിവെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ, അതായത് ഈ കാണുന്നത് വീടാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടലും ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ ഹോട്ടലിലെ തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മറ്റൊരു കാര്യം, ഈ ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ്. ഇന്നലെ രാത്രിയാണ് പ്രതി കൊച്ചിയിലേക്ക് യാത്ര ആരംഭിച്ചത്. അതായത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അഭിഭാഷകന്റെ നേതൃത്വത്തിൽ മുൻകൂർ ജാമ്യം തേടുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. അത് കോഴിക്കോട് സ്വന്തം വാഹനം ഉപയോഗിച്ച ശേഷം ഇവിടെ നിന്നൊരു ബസ്സിലായിരുന്നു യാത്ര ചെയ്തത്. ആ യാത്രക്കിടെ തൃശ്ശൂരിൽ നിന്നുമാണ് പ്രതി പിടിയിലാവുന്നത്. തുടർന്ന് മുക്കത്തെത്തിക്കുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ താമരശ്ശേരി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതിനുശേഷം ഇന്ന് റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മറ്റ് 2 പ്രതികളെ കൂടിയാണ് ഇനി പിടികൂടാനുള്ളത്. 2 പ്രതികളെ കൂടി പിടികൂടിയ ശേഷം 3 പ്രതികൾക്കും വേണ്ടി ഒന്നിച്ചായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാൻ പോവുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. മറ്റ് 2 പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് കാരണം ഈ ദേവദാസിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് 2 പേരും എവിടെയുണ്ടത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മറ്റ് 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം വിവിധ കോണുകളിൽ നിന്നും ഈ പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, ഈ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. അതായത് അറസ്റ്റ് മനഃപൂർവ്വം പോലീസ് വൈകിപ്പിക്കുകയാണ്, ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന കാര്യം ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ അതും പോലീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലതാമസം മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം കൂടിയാണ് താമരശ്ശേരി ഡിവൈഎസ്പി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്.